എപ്പോൾ ഫുഡ് കഴിച്ചാലും പ്രശ്നമാണ്. ഒന്നുകിൽ എനിക്ക് ടോയ്ലറ്റ് പോകണം, വയറ് വീർക്കും, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനേ മടിയാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, ഈവൻ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ടേ ഫുഡ് കഴിക്കാറുള്ളൂ. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളാണോ നിങ്ങൾ? ഫിസിക്കലി മാത്രമല്ല, നമ്മൾ മെൻ്റലിയും അല്ലാതെ തളർത്തുന്ന ഒരു അസുഖമാണിത്. ഇറിറ്റബിൾ ബവൽ സിൻഡ്രം അഥവാ IBS എന്ന് പറയും. നമ്മളുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫിനെയും പ്രൊഡക്ടിവിറ്റീനെയും നമ്മളുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെയൊക്കെ വളരെ സാരമായി എഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖമാണ് ഈ IBS. നമുക്കറിയാം, ബ്രെയിനും ഗട്ടും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ. ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിനാണ്. ഈ ബ്രെയിൻ ഗട്ട് കമ്മ്യൂണിക്കേഷനിൽ ആക്ച്വലി ബ്രെയിൻ ഗട്ടിനെയും അതുപോലെ ഗട്ട് ബ്രെയിനിനെയും വൈസ് വേഴ്സ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ സ്ട്രെസ്ഡ് ആകുമ്പോൾ നിങ്ങളുടെ ഡൈജഷനും ഗട്ടിലുള്ള ആക്ടിവിറ്റീസും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന എൻട്രിക് നെർവസ് സിസ്റ്റത്തിന് അവിടെ ട്രിഗേർഡ് ആവുകയും അതേസമയം ഗട്ട് ഭയങ്കര സെൻസിറ്റീവ് ആവുകയും ചെയ്യും. അങ്ങനെ ലൂസ് ബവൽസ് വരാം. അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ തുടങ്ങിയ പല സൈക്യാട്രിക് പ്രോബ്ലംസിലും ഈ ഗട്ടിലുള്ള പെയിൻ സിഗ്നൽസ് ആക്ടിവേറ്റ് ചെയ്യുകയും ഇതുപോലെ സിംറ്റംസ് ഉണ്ടാവുകയും ചെയ്യും. റിലാക്സേഷൻ ടെക്നിക്സോ മെഡിറ്റേഷനോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങളെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ. സ്മൃതി മെഡിറ്റേഷൻ ഈ IBSൽ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു തെറാപ്പിയാണ്. ഇത്തരം ഒരു സിംറ്റം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങൾ സ്മൃതി മെഡിറ്റേഷൻ ട്രൈ ചെയ്യാം.